അതെ, നമുക്ക് നാടൻ അല്ല, നാടൻ വേണ്ട, തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ചട്നി ഉണ്ടാക്കിയല്ലോ. നമ്മുടെ തക്കാളി ചട്നി, നമ്മുടെ നെയ്റോസ്റ്റിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചട്നി. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടിയുള്ള സാധനങ്ങളാണ് സ്വന്തം നമുക്ക് പരിചയമുള്ള സാധനങ്ങൾ, അതുകൊണ്ട് ഞാൻ പേര് എടുത്തു പറയുന്നില്ല. അപ്പോൾ ചട്ടിക്കകത്ത് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പരിപ്പ് ഇട്ട് കൊടുക്കുക. പരിപ്പ് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കണം. സവാളയുടെ കൂടെ കരിവേപ്പില ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഉപ്പ് ഞാൻ എപ്പോഴും ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്, കുഞ്ഞുള്ള കാരണം ഞാൻ എപ്പോഴും ഇന്ദുപ്പാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുമ്പോൾ 2 വറ്റൽ മുളകും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അത് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ പുളി ഇട്ട് കൊടുക്കണം. പുളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കണം. വീട്ടിലുണ്ടായ തക്കാളിയാണ് അത്, ഞാൻ 3 തക്കാളി ഇടുന്നത്. ആ തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ഞാൻ ലാസ്റ്റ് ഇടുന്നത്, കാരണം എന്ന് വെച്ചാൽ ആ കറിക്ക് ആ ടേസ്റ്റ് കിട്ടാൻ, ജീരകത്തിൻ്റെ സ്മെല്ലും ടേസ്റ്റും കിട്ടാനും ഞാൻ ജീരകം ലാസ്റ്റായിട്ട് ഇടുന്നത്. എന്നിട്ട് ഇച്ചിരി വെള്ളം കൂടെ തളിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് അടച്ചു വെച്ച് വേവിക്കണം. സിമ്മേലാക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചിടണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൈയളവാണ്. ഇപ്പോൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ പച്ചമണം മാറിയപ്പോഴേക്കും ഞാൻ മിക്സിക്കകത്ത് തണുപ്പെല്ലാം ചൂടെല്ലാം മാറിയിട്ട് മിക്സിക്കകത്ത് ഞാൻ നന്നായിട്ട് പേസ്റ്റ് പോലെ ക്രഷ് ചെയ്തിടും. അതവിടെ ഇരിക്കട്ടെ, നമുക്കൊരു നെയ്റോസ്റ്റ് ചുടാം. ഇത് ചെറുപയർ ദോശയാണ്. അപ്പോൾ ഇച്ചിരി നെയ്യൊക്കെ തടവി നല്ല രീതിയിൽ നെയ്റോസ്റ്റ്. കുഞ്ഞൂട്ടനത് ഭയങ്കര ഇഷ്ടമായി. കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞാട്ടോ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് നെയ്റോസ്റ്റ്. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചട്നിയുടെ കൂടെ നല്ല നെയ്റോസ്റ്റും കൂട്ടി കഴിക്കണം. എന്ത് ടേസ്റ്റാണെന്നോ ആ ചട്നിക്ക്, പ്രത്യേകിച്ച് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. ആ ടേസ്റ്റ് കൂടുതലുകൊണ്ടാണ് ഞാൻ ആ മിക്സ് വരെ വടിച്ച് വാരി കഴിക്കുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാണ്.